ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു 5-10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല ഇളയ വെണ്ടയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം എടുത്തത്. പിന്നെ വേണ്ടുന്നതാണ് അതിനുള്ള അരപ്പ്. അപ്പോൾ അരപ്പിന് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ ഇതിന് കണക്കായിട്ടുള്ള പിന്നെ ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് മഞ്ഞൾ പൊടിയാണ്. 1/4 ടീസ്പൂൺ ഇതിന് കണക്കായിട്ടുള്ള മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് 1/4 ടീസ്പൂൺ ജീരകം. അതും ഇതിന് കണക്കായിട്ടുള്ള 1/4 ടീസ്പൂണാണിത്. അതിൻ്റെ കണക്കായിട്ടുള്ള ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെണ്ടക്കയും തക്കാളിയും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഇതേ നീളത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ. പിന്നെ തക്കാളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു പാത്രം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നമ്മൾക്കിത് നന്നായി ഇളക്കി അതിൻ്റെ ആ ഒരു ഒട്ടുന്ന ആ വിധത്തിലുള്ള പശ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വെണ്ടക്ക കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും ജീരകവും എല്ലാം അരച്ചെടുക്കാം. അപ്പോൾ ആ വെണ്ടക്കയുടെ പശപ്പെല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾക്കതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഒരുപാട് ഫ്രൈ ആവുന്ന രീതിയിൽ ആക്കി എടുക്കണ്ട കേട്ടോ. അതിൻ്റെ പശപ്പ് മാത്രം ഒന്ന് മാറിയാൽ മതി. അപ്പം ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം തക്കാളിയും ഒന്ന് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇനി മിക്സീൻ്റെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ പുളിയൊന്നും കൂട്ടുന്നില്ല. തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ 2 വലിയ തക്കാളിയാണല്ലോ എടുത്തത്. അപ്പോൾ തക്കാളി കൂടാതെ പുളിയുടെ ആവശ്യം നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ഒരു തുണ്ട് പുളി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ആ വഴറ്റി വെച്ച വെണ്ടക്കായ് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. പിന്നീട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളച്ച് സെറ്റ് ആവുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്ന് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾക്ക് അതിലേക്ക് കടുവും പറഞ്ഞ് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കി കൊടുത്തു. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വറവ് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടക്കായും തക്കാളിയും ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ.
പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.